എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ ബാലകാണ്ഡത്തിലെ 22ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. അനുഷ്ടുപ്പ വൃത്തത്തിലുള്ള ശ്ലോകങ്ങളാണ്. നമ്മൾ 1 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നത്തെ ദിവസം പാരായണം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വിശ്വാമിത്രന്റെ കൂടെ ശ്രീരാമനെയും ലക്ഷ്മണനെയും, ലക്ഷ്മണന്റെ കാര്യം എടുത്ത് പറയണില്ല, അത് ഈ സർഗത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക. ശ്രീരാമനെ പറഞ്ഞയക്കാൻ ദശരഥൻ വളരെയധികം ബുദ്ധിമുട്ട് കാണിച്ചുവെന്നും വസിഷ്ഠന്റെ ഉപദേശത്തോട് കൂടിയിട്ട് അതെല്ലാം മാറി എന്നൊക്കെയാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ പറഞ്ഞയക്കുകയാണ്. ആ ഭാഗമാണ് ഈ ഒരു സർഗത്തിൽ, 22ാമത്തെ സർഗത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആദ്യം 1ാമത്തെ ശ്ലോകം നോക്കാം. തഥാ വസിഷ്ഠേ ബ്രുവതി രാജാ ദശരഥ സ്വയം പ്രഹൃഷ്ടവദനോ രാമമാജുഹാവ സലക്ഷ്മണം. തഥാ വസിഷ്ഠേ ബ്രുവതി, അപ്രകാരം വസിഷ്ഠൻ പറഞ്ഞപ്പോൾ, വേണ്ട വിധത്തില്, നല്ലവണ്ണം മനസ്സിൽ തട്ടുന്ന വിധത്തില്, ദശരഥന്റെ മനസ്സ് മാറ്റാൻ തക്കവണ്ണമുള്ളതായിട്ടുള്ളൊരു ഉപദേശമായിരുന്നു വസിഷ്ഠൻ കൊടുത്തത്. അതായത് വിശ്വാമിത്രന് പറ്റാഞ്ഞിട്ടല്ല, കഴിവുകളില്ലാഞ്ഞിട്ടല്ല, അസ്ത്രങ്ങളെ പറ്റിയിട്ടും ആയുധങ്ങളെ പറ്റിയിട്ടും അറിയാഞ്ഞിട്ടല്ല, ഇത് നമ്മുടെ പുത്രന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് എന്ന് കേട്ടതോട് കൂടിയിട്ട് ദശരഥനാകെ സന്തോഷാവുകയും വിശ്വാമിത്രന്റെ കൂടെ പുത്രനെ പറഞ്ഞയക്കാൻ സമ്മതിക്കുകയുമാണ് ചെയ്തത്. എന്നിട്ട് പറയാണ്, അപ്രകാരം വസിഷ്ഠൻ പറഞ്ഞപ്പോൾ, പുരോഹിതന്റെ വാക്കുകൾ കേട്ടിട്ട് രാജാ ദശരഥ സ്വയം, രാജാവ് ദശരഥൻ തന്നെ, അതായത് താൻ ചെയ്യുന്നത് അല്ലെങ്കിൽ രാമനെ പറഞ്ഞയക്കാതിരിക്കുന്നത് തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് സ്വയം തയ്യാറാവുകയാണ്. അങ്ങനെ പ്രഹൃഷ്ടവദനോ, സന്തോഷത്തോടുകൂടി, അതുവരെ ഉണ്ടായിരുന്ന മ്ലാനതയൊക്കെ മാറി മുഖത്ത് നല്ല സന്തോഷം വന്നു ചേർന്നു. അങ്ങനെയുള്ള ആ ഒരു മുഖത്തോടു കൂടിയിട്ട് ദശരഥൻ തന്റെ പുത്രനായിട്ടുള്ള രാമനെയും ഒപ്പം ലക്ഷ്മണനെയും ആജുഹാവ എന്ന് പറഞ്ഞാൽ വിളിച്ചു എന്നർത്ഥം. അടുത്തേക്ക് വിളിക്കുകയാണ് വിശ്വാമിത്രന്റെ കൂടെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അവരെന്താണ് ചെയ്തത്? അതാണ് 2ാമത്തെ ശ്ലോകത്തില്. കൃതസ്വസ്ത്യയനം മാത്രാ പിത്രാ ദശരഥേന ച പുരോധസാ വസിഷ്ഠേന മംഗലൈരഭിമന്ത്രിതം. കൃതസ്വസ്ത്യയനം മാത്രാ പിത്രാ ദശരഥേന ച, അമ്മയും അച്ഛനും, അച്ഛൻ ദശരഥനാണ്, അമ്മ കൗസല്യയും സുമിത്രയൊക്കെ ആവുമല്ലോ. അമ്മമാരാരാണെന്ന് ഇവിടെ എടുത്തു പറയണില്ല. ഏതായാലും അമ്മയും അച്ഛനും ഈ കുട്ടികൾക്ക് മംഗളങ്ങൾ ഭവിക്കട്ടെ. അപ്പൊ അവര് വന്ന ഉടനെ തന്നെ അച്ഛനമ്മമാരെ നമസ്കരിച്ചിട്ടുണ്ടാവും. അവർക്ക് മംഗളങ്ങൾ ഉണ്ടാകട്ടെ എന്ന് അച്ഛനമ്മമാരെ ആശീർവദിക്കുകയും ചെയ്യും. അതാണ് പറയണത് കൃതസ്വസ്ത്യയനം, എല്ലാം നല്ലതും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം, ആരാണത് ചെയ്തത്? അച്ഛനമ്മമാര്. മാത്രാ പിത്രാ ദശരഥേന ച, അതിനുശേഷം പുരോധസ വസിഷ്ഠേന മംഗലൈരഭിമന്ത്രിതം, പുത്രനോട്, രാമനോടും അതുപോലെ തന്നെ ലക്ഷ്മണനോടും ആയിട്ട്, പുരോധസ് എന്ന് പറഞ്ഞാൽ പുരോഹിതനാണ്, പുരോഹിതനായിട്ടുള്ള വസിഷ്ഠനും മംഗളകരമായിട്ടുള്ള ആശീർവാദങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങളൊക്കെ ചൊല്ലി അനുഗ്രഹിച്ചു. അതാണ് പുരോധസ വസിഷ്ഠേന മംഗലൈഹി അഭിമന്ത്രിതം. അച്ഛനമ്മമാരുടെയും പുരോഹിതന്റെയും അനുഗ്രഹം ആ കുട്ടികൾക്ക് ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ദശരഥൻ എന്താ ചെയ്തത്? 3ാമത്തെ ശ്ലോകം നോക്കാം. സപുത്രം മൂർധ്യുവാഘ്രായ രാജാ ദശരഥസ്തദാ ദദൗ കുശികപുത്രായ സുപ്രീതേനാന്തരാത്മനാ. സ പുത്രം മൂർധ്രി ഉപാഘ്രായ, സ രാജാ ദശരഥ, ആ മഹാരാജാവ് ദശരഥൻ പുത്രനെ മൂർധാവിൽ, നെറുകയില് ചുംബിച്ചിട്ട്, ചുംബിക്കല്ല, ഘ്രാണനം ചെയ്യ. ഉപാഘ്രായ എന്നൊക്കെ പറഞ്ഞാല് നെറുകയില് മൂക്ക് ചേർത്തിട്ട് ഇങ്ങോട്ട് വലിക്കുക. അത് അച്ഛനമ്മമാരാണ് ധാരാളമായിട്ട് കുട്ടികളെ കെട്ടിപ്പുണരണതിന്റെ സുഖത്തിൽ അത് ചെയ്യാറുണ്ട്. അങ്ങനെ മൂർധാവിൽ ചുംബിക്കാന്നോ മൂർധാവിൽ ഘ്രാണനം ചെയ്യാന്നൊക്കെയാ പറയാ. അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് ശ്രീരാമനെ ദശരഥൻ പറഞ്ഞയക്കുകയാണ്. ശ്രീരാമനെ മാത്രമല്ല, ലക്ഷ്മണനെയും.
അങ്ങനെ ചെയ്തിട്ട് ഈ പുത്രന്മാരെ സുപ്രീതേന അന്തരാത്മന കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വന്ന സന്തോഷത്തോട് കൂടിയിട്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും ദശരഥൻ വിശ്വാമിത്രനായിക്കൊണ്ട് കുശികപുത്രായ ദദൗ വിശ്വാമിത്രന് നൽകി. മക്കൾക്ക് ഉന്നതി ഉണ്ടാവാനാണല്ലോ, അവർക്ക് സ്വസ്തി ഉണ്ടാവാനാണല്ലോ, അതൊക്കെയാണല്ലോ വസിഷ്ഠൻ പറഞ്ഞു കൊടുത്തത്. അതൊക്കെ കേട്ട് സന്തുഷ്ടനായിട്ടുള്ള ദശരഥൻ കുട്ടികളെ മഹാഋഷിയായിട്ടുള്ള വിശ്വാമിത്രന് നൽകി. ദദൗ എന്ന് പറഞ്ഞാൽ കൊടുത്തു എന്നർത്ഥം. ഇനി അങ്ങോട്ടുള്ള യാത്ര, ശ്രീരാമന്റെ യാത്ര മുഴുവനും ജൈത്രയാത്രകളാണ്, ജയിക്കാനുള്ള യാത്രകളാണ്. അത് പ്രകൃതിക്ക് മനസ്സിലായി എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തില്. 4ാമത്തെ ശ്ലോകം നോക്കാം. തതോ വായുസുഖസ്പർശോ നീരജസ്കോ വവൗ തദാ വിശ്വാമിത്രഗതം രാമം ദൃഷ്ട്വാ രാജീവലോചനം. അടുത്ത ശ്ലോകം കൂടി പറയാം. പുഷ്പവൃഷ്ടിർമഹത്യാസീത് ദേവദുന്ദുഭിനിസ്വനൈഃ ശംഖദുന്ദുഭിനിർഘോഷ പ്രയാതേതു മഹാത്മനി. തതോ അങ്ങനെ ശ്രീരാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്രന് നൽകിയപ്പോൾ, തതോ എന്ന് പറഞ്ഞാൽ തഥാ, ആ സമയത്ത് സുഖസ്പർശോ വായു, വളരെ സുഖസ്പർശമായിട്ടുള്ള, കൊണ്ടാൽ ഏറ്റവും സുഖം നൽകുന്നതായ ഒരു കാറ്റ്, മന്ദാനിലൻ അവിടെയൊക്കെ വീശി. മാത്രമല്ല നീരജസ്ക, രജസ്ക എന്ന് പറഞ്ഞാല് പൊടി പറത്തുന്ന, പൊടിയുള്ളതായ, നീരജസ്ക എന്ന് പറഞ്ഞാല് പൊടി ഒട്ടും പറപ്പിക്കാത്ത, അത്രയ്ക്കൊന്നും ശക്തിയില്ല, സുഖം നൽകുക, വീശിയിട്ട് ശരീരത്തിനൊരു സുഖം നൽകുന്ന മന്ദാനിലൻ അവിടെയൊക്കെ ഒന്ന് വീശി നടന്നു. നീരജസ്കൗ വവൗ, നീരജസ്കോ വവൗ തദാ, ഒട്ടും പൊടി പറപ്പിക്കാത്ത നല്ല ഒരു മന്ദാനിലൻ അവിടേക്ക് ഇവിടെയൊക്കെ വീശി നടന്നു. അതൊരു വളരെ ശുഭസൂചകമാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ലക്ഷണമാണ് എന്നർത്ഥം. മാത്രമല്ല അതെപ്പോഴാണ് ഉണ്ടായത്? വിശ്വാമിത്രഗതം രാമം ദൃഷ്ട്വാ രാജീവലോചനം. മാത്രമല്ല വിശ്വാമിത്രന്റെ കൂടെ യാഗം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമൻ പുറപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതായ ദേവഗണങ്ങൾ എന്ത് ചെയ്തു? അതാണ് വിശ്വാമിത്രഗതം രാമം, വിശ്വാമിത്രനോടൊപ്പം പോയവനായ രാമനെ. എങ്ങനെയുള്ള രാമൻ? രാജീവലോചനനായിട്ടുള്ള, അത്യന്തം സുന്ദരനായിട്ടുള്ള രാമനെ ദൃഷ്ട്വ കണ്ടിട്ട് ദേവന്മാരെന്താ ചെയ്തത്? പുഷ്പവൃഷ്ടിർ മഹത്യാസീത് ദേവദുന്ദുഭിനിസ്വനൈഃ, ആകാശത്ത് നിന്ന്, സ്വർഗലോകത്ത് നിന്ന് ഈ കുട്ടികളുടെ ശരീരത്തിലേക്ക് പുഷ്പവൃഷ്ടി ഉണ്ടായി, ഭൂമിയിലേക്ക് പുഷ്പങ്ങൾ വർഷിച്ചു. മാത്രമല്ല ദേവദുന്ദുഭി നിസ്വനങ്ങളും കേൾക്കുമാറായിരുന്നു. ദേവന്മാര് വാദ്യങ്ങളൊക്കെ വായിച്ചു ആനന്ദ തുന്തിലന്മാരായിട്ട്. ഇനി ശ്രീരാമന്റെ ജൈത്രയാത്ര ആരംഭിച്ചു, അസുരന്മാരുടെയൊക്കെ കഷ്ടകാലം ആരംഭിക്കാൻ പോവുകയാണ് എന്നുള്ള ആനന്ദത്തോടു കൂടിയിട്ട് അവര് വാദ്യങ്ങളൊക്കെ വായിച്ചു, പുഷ്പവൃഷ്ടി നടത്തി. വാദ്യങ്ങളുടെ കൂട്ടത്തില് ശംഖിന്റെയും ദുന്ദുഭിയുടെയും ശബ്ദങ്ങൾ ഉറക്കെ കേൾക്കാമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ആ മഹാത്മാവായിട്ടുള്ള രാമൻ വിശ്വാമിത്രന്റെ കൂടെ പോകാൻ പുറപ്പെട്ടു. ഇവിടെ പറയണത് മഹാത്മനി പ്രയാതേതു, മഹാത്മാവായിട്ടുള്ള രാമൻ പോകാൻ പുറപ്പെട്ടപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. ദേവന്മാര് പുഷ്പവൃഷ്ടി നടത്തി, വാദ്യഘോഷങ്ങൾ മുഴക്കി, എല്ലാവർക്കും അത്യന്തം ആനന്ദമായി. പ്രകൃതിയും അതറിഞ്ഞ് നല്ല തണുപ്പുറ്റ ചെറിയൊരു ഇളങ്കാറ്റ് വീശി, അത് ഒരു പൊടിയും പറത്തിയില്ല, എല്ലാവർക്കും സുഖം മാത്രമേ നൽകിയുള്ളൂ. അങ്ങനെ പ്രകൃതിയും ദേവന്മാരും ഒക്കെ അനുകൂലമായിട്ടിരിക്കുന്ന നേരത്ത് ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്രന്റെ കൂടെ പുറപ്പെട്ടു, യാത്ര ചെയ്യാൻ ആരംഭിച്ചു എന്നർത്ഥം. ഇനി ആ പോക്കിനെ പറ്റി പറയാണ്. വിശ്വാമിത്രോ യയാവഗ്രേ തതോ രാമോ മഹായശഃ കാകപക്ഷധരോ ധന്വീ തം ച സൗമിത്രിരന്വഗാത്. ഏറ്റവും മുമ്പിൽ വിശ്വാമിത്രനാണല്ലോ വഴിയൊക്കെ അറിയാം. അപ്പോ വിശ്വാമിത്രോ യയാവ് അഗ്രേ, അഗ്രേ യയൗ, ഏറ്റവും മുമ്പില് 3 പേര് കൂടി നടക്കുമ്പോൾ ഒന്നാമതായിട്ട് ഏറ്റവും മുമ്പിലായിട്ട് വിശ്വാമിത്രൻ തന്നെയാണ് നടന്നത്. തതഃ അതിനുശേഷം മഹായശാഹ രാമഃ, മഹായശസ്വിയായിട്ടുള്ള രാമൻ തൊട്ടു പിന്നാലെ നടന്നു. എങ്ങനെയാണ്? തലമുടി കാകപക്ഷധരഃ, കാകപക്ഷം എന്നുള്ളതിന് കുടുമ എന്നർത്ഥം. അതായത് ബാല്യമാണ്, കുട്ടിക്കാലാണല്ലോ, അപ്പൊ കുടുമയൊക്കെ വെച്ചിട്ടുണ്ട്, പഠിക്കണ കാലാണ്. അപ്പോ ബ്രഹ്മചാരി കാലഘട്ടത്തിലൊക്കെ തലമുടിയൊക്കെ നീട്ടി വളർത്തും.
അതിങ്ങനെ നെറുകയിൽ കെട്ടിവച്ചിട്ടുണ്ടാവും. അതിനെയാണ് കാകപക്ഷം, കുടുമ എന്നൊക്കെ പറയണത്. അങ്ങനെ തലമുടിയൊക്കെ നീട്ടി വളർത്തി കെട്ടിവച്ചവനായിട്ടുള്ള ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്രനെ അനുഗമിച്ചു. അങ്ങനെ ഏറ്റവും മുമ്പിൽ വിശ്വാമിത്രൻ, അതിന്റെ തൊട്ടു പിന്നിലെ ശ്രീരാമൻ, അതിന്റെ പിന്നിലായിട്ട് ലക്ഷ്മണനും. അതാണ് ധന്വി തം ച സൗമിത്രി അന്വഗാത്. ധന്വി കയ്യിലെ വില്ലും അതുപോലെ തന്നെ അമ്പും ഉണ്ടാവുമല്ലോ, അതും അമ്പൊക്കെ അവനാഴിയിലാവും, വില്ല് കയ്യിൽ ധരിച്ചുകൊണ്ട് സൗമിത്രിയും, സുമിത്രായാഹ അപത്യംബുമാൻ സൗമിത്രി, അതായത് ലക്ഷ്മണൻ തന്റെ കയ്യില് വില്ലുമേന്തിയിട്ടാണ് ശ്രീരാമന്റെ തൊട്ടു പിന്നില് നടന്നത്. ലക്ഷ്മണന്റെ തലമുടിയും ഇതുപോലെ തന്നെയായിരുന്നു, കാകപക്ഷധരൻ. അത് ശ്രീരാമനും അന്വയിക്കാം, ലക്ഷ്മണനും അന്വയിക്കാവുന്ന വിധത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും മുമ്പില് വിശ്വാമിത്രൻ, തൊട്ടു പിന്നില് ശ്രീരാമൻ, അതിന്റെ പിന്നില് ലക്ഷ്മണൻ എന്നിങ്ങനെ അവര് മുമ്പാക്കം നടന്നു. കാട്ടിലേക്ക്, സിദ്ധാശ്രമത്തിലേക്ക് പോവുകയാണ്. അവരുടെ പോക്ക് കണ്ടാൽ എന്തുപോലെയാണെന്നാണ് കവി പറയണത്. നോക്കാം, 7ാമത്തെ ശ്ലോകം. കലാപിനൗ ധനുഷ്പാണി ശോഭയാനൗ ദിശോ ദശ വിശ്വാമിത്രം മഹാത്മാനം ത്രിശീർഷാ വിവപന്നഗൗ. ഈ കുട്ടികള് അസ്ത്രാഭ്യാസമൊക്കെ നടത്തി കഴിഞ്ഞവരാണ് എന്ന് പറഞ്ഞുല്ലോ, വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അസ്ത്രം പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് അവര് 2 തോൾഭാഗങ്ങളിലും, ഇടത്തും വലത്തെ തോൾഭാഗങ്ങളില് ആവനാഴി ധരിച്ചിരുന്നു. ആവനാഴിക്ക് കലാപം എന്ന് പറയുമെന്ന് തോന്നുന്നു. ഇവരെ കലാപി എന്ന് പറയുന്നുണ്ട്. അതായത് കലാപിനൗ, തോളത്ത് തൂക്കിയിട്ടിരിക്കുന്നതായ ആവനാഴിയോട് കൂടിയവർ. അപ്പോ 2 ഭാഗത്തും ഉയർന്നു നിൽക്കുന്ന അസ്ത്രങ്ങളോട് കൂടിയ വലിയ ആവനാഴികള് ഇവരുടെ പുറത്തുണ്ട്. ഓരോരുത്തരുടെയും പുറത്ത് 2 വീതമുണ്ട്. അതാണ് കലാപിനൗ. ധനുഷ്പാണി, കയ്യിലെ 2 പേരുടെയും വില്ലുണ്ട്. അങ്ങനെ ശോഭയാനൗ ദിശൗ ദശ, 10 ദിക്കുകളും ഒരുപോലെ ശോഭിപ്പിച്ചുകൊണ്ട്, അവരുടെ പ്രകാശം എല്ലാ ദിക്കുകളിലേക്കും പരത്തിക്കൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു ഈ ബാലകന്മാര്. അവരെ കണ്ടാൽ, ആ വിശ്വാമിത്രന്റെ പുറകെ പോകുന്നവരായിട്ടുള്ള ആ 2 ബാലകന്മാരെ കണ്ടാൽ എന്താണ് തോന്നുക? ത്രിശീർഷ വിവപന്നഗൗ. ശ്രീരാമനും ലക്ഷ്മണനും 3 ശിരസ്സുള്ള നാഗത്താന്മാരെ പോലെ ശോഭിച്ചു. എങ്ങനെയാണ് 3 ശിരസ്? ഇടത്തും വലത്തുമുള്ളതായിട്ടുള്ള ആവനാഴികള്, പിന്നെ സ്വന്തം ശിരസ്. അപ്പോ കണ്ടാൽ 3 തലകളുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഈ ആവനാഴികൾ ഓരോന്നും ഓരോ ശിരസ്സായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും 3 ശിരസ് വീതമുള്ളത് പോലെ തോന്നും. അങ്ങനെ 3 ശിരസ്സൊക്കെ നാഗത്താന്മാർക്കൊക്കെ ഉള്ളതായിട്ടേ കേട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും കണ്ടാൽ ത്രിശിരസ്സുകളായിട്ടുള്ള 3 തലകളുള്ളതായ സർപ്പങ്ങളെ പോലെ അവർ 2 പേരും ശോഭിച്ചു. അങ്ങനെ അമ്പും വില്ലും ഒക്കെ ആവനാഴിയിലൊക്കെ ധരിച്ചുകൊണ്ട്, അസ്ത്രങ്ങളൊക്കെ ആവനാഴിയിൽ വെച്ചുകൊണ്ടാണ് അവര് കാട്ടിലേക്ക് മഹാത്മാവായിട്ടുള്ള വിശ്വാമിത്രനോടൊപ്പം പോയത് എന്നർത്ഥം. 8ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അനുജഗ്മധുരക്ഷുദ്രൗ പിതാമഹമിവാശ്വിനൗ അനുയാതൗ ശ്രിയാദീപ്തൗ ശോഭയന്താവനിന്ദിതൗ. അങ്ങനെ അവര് 2 പേരും ത്രിശിരസ്സുകളെ പോലെ, 3 ശിരസ്സുള്ള, ത്രിശിരസ്സല്ല, ത്രിശിരസ്സോടു കൂടിയ നാഗത്തന്മാരെ പോലെ, വീര്യവും അതുപോലെ തന്നെ കഴിവും ശക്തിയും പ്രതാപവും ഒക്കെ ഉള്ളവരായിട്ടുള്ള നാഗത്താന്മാരെ പോലെ 2 പേരും അനുജഗ്മതു എന്ന് പറഞ്ഞാൽ 2 പേരും വിശ്വാമിത്രനെ അനുഗമിച്ചു. ദ്വിവചനാണ്. അനുജഗാമ, അനുജഗ്മതു, അനുജഗ്മു എന്നാണ് രൂപം. അങ്ങനെ വിശ്വാമിത്രനെ അനുഗമിച്ചുകൊണ്ട് ഇവര് 2 പേരും കാട്ടിലേക്ക് പോയി. ഏതുപോലെ? പിതാമഹം അശ്വിനൗ ഇവ അക്ഷുദ്രൗ അശ്വിനൗ ഇവ. പിതാമഹൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനെ ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ള 2 ദേവന്മാരാണ്. അവര് ട്വിൻസാണ്. അവരാണ് അശ്വനീപുത്രന്മാര്. അവര് 2 പേരും എങ്ങനെയാണ് ബ്രഹ്മാവിനെ അനുഗമിക്കുന്നത്, അതുപോലെ ഈ വിശ്വാമിത്ര മഹർഷിയെ ശ്രീരാമനും ലക്ഷ്മണനും അനുഗമിച്ചു. ശ്രീരാമനെയും ലക്ഷ്മണനെയൊക്കെ കണ്ടാൽ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. 1-2 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ ജനിച്ചവരാണ്. അതുകൊണ്ട് ഒരേപോലെ ഇരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇരട്ട കുട്ടികളെ പോലെയാണെന്ന് പറഞ്ഞത്. അശ്വിനി കുമാരന്മാരെ എപ്രകാരമാണോ അതേപോലെ തന്നെ വിശ്വാമിത്ര മഹർഷിയെ അനുഗമിച്ചുകൊണ്ട് ഇവര് 2 പേരും നടന്നു. അനുയാതൗ ശ്രിയാദീപ്തൗ ശോഭയന്താവനിന്ദിതൗ.
അനുയാതവും പിന്നാലെ നടന്നു. അതായത് വിശ്വാമിത്രന്റെ പുറകെ, വിശ്വാമിത്രൻ എങ്ങടാണോ പുറപ്പെട്ടിരിക്കുന്നത്, എങ്ങടാണോ നടന്നുകൊണ്ടിരിക്കുന്നത്, അതേ ദിശയിലേക്ക് ഇവര് രണ്ടുപേരും നടന്നു. അവര് ശ്രിയാദീപ്തവും, അവരുടെ തേജസ് കൊണ്ട് ആ പ്രദേശം മുഴുവനും നല്ല തിളക്കമുള്ളതായിരുന്നു. ശോഭയന്താവ നിന്ദിതവും, അതുകൊണ്ട് തന്നെ ആർക്കും അവരെ നിന്ദിക്കാൻ സാധിച്ചിരുന്നില്ല. എല്ലാവരും ബഹുമാനത്തോടുകൂടി നോക്കിക്കണ്ടു ഈ കുമാരന്മാരെയും വിശ്വാമിത്രനെയും. അങ്ങനെ അവര് കാട്ടിലേക്ക് സഞ്ചരിച്ചു എന്നാണ് പറയണത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തഥാ വസിഷ്ഠേ ബ്രുവതി രാജാ ദശരഥ സ്വയം പ്രഹൃഷ്ടവദനോ രാമമാജുഹാവ സലക്ഷ്മണം കൃതസ്വസ്ത്യയനം മാത്രാ പിത്രാ ദശരഥേന ച പുരോധസാ വസിഷ്ഠേന മംഗലൈരഭിമന്ത്രിതം സപുത്രം മൂർധ്യുപാഘ്രായ രാജാ ദശരഥസ്തദാ ദദൗ കുശികപുത്രായ സുപ്രീതേനാന്തരാത്മനാ തതോ വായുസുഖസ്പർശോ നീരജസ്കോ വവൗ തദാ വിശ്വാമിത്രഗതം രാമം ദൃഷ്ട്വാ രാജീവലോചനം പുഷ്പവൃഷ്ടിർമഹത്യാസീത് ദേവദുന്ദുഭിനിസ്വനൈഃ ശംഖദുന്ദുഭിനിർഘോഷ പ്രയാതേതു മഹാത്മനി വിശ്വാമിത്രോ യയാവഗ്രേ തതോ രാമോ മഹായശഃ കാകപക്ഷധരോ ധന്വീ തം ച സൗമിത്രിരന്വഗാത് കലാപിനൗ ധനുഷ്പാണി ശോഭയാനൗ ദിശോ ദശ വിശ്വാമിത്രം മഹാത്മാനം ത്രിശീർഷാ വിവപന്നഗൗ അനുജഗ്മധുരക്ഷുദ്രൗ പിതാമഹമിവാശ്വിനൗ അനുയാതൗ ശ്രിയാദീപ്തൗ ശോഭയന്താവ നിന്ദിതൗ. ആ ബാലകന്മാര് വിശ്വാമിത്രനെയും അനുഗമിച്ചുകൊണ്ട് കാട്ടിലൂടെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞാണ് ഇവിടെ നിർത്തുന്നത്. ബാക്കി ഭാഗങ്ങൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങളെല്ലാം തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.